ഹായ് ഗൈസ്, എൻ്റെ പേര് അഭിജിത്ത്. ഈ കാണുന്ന ട്രേഡിംഗ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 9 ഇയർ എടുത്തായിട്ടുണ്ടാവും. സോ എൻ്റെ ട്രേഡിംഗ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. നോർമലി ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ബിഗിനേഴ്സ് ഫേസ് ചെയ്യുന്ന സെയിം ഇഷ്യൂസിൽ കൂടെ തന്നെ ഞാനും വന്നിട്ടുള്ളത്. കാരണം ലോസസ് ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കാണിച്ചു തന്നിട്ട് നല്ല രീതിയിലുള്ള ലോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാറുണ്ടായിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ് ടൈമിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. യൂട്യൂബിലാണെങ്കിലും കോഴ്സസ് ആണെങ്കിലും എല്ലാം മാർക്കറ്റിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്, അല്ലേ? പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. സോ നല്ല രീതിയിൽ സ്ട്രഗിളിൽ കൂടി വന്ന ഒരാളാണ്. അപ്പോൾ അതിൽ എപ്പോഴാണ് ഒരു പ്രോഫിറ്റബിൾ മന്ത് എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രോപ്പറായിട്ട് ഒരു 3 ഇയർ ലോസിൽ റൺ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു പ്രോഫിറ്റബിൾ മന്തിൽ എത്താൻ വേണ്ടി പറ്റുന്നത്. മന്ത് കൊണ്ട് ഒരിക്കലും കാര്യമില്ല. കാരണം നമുക്ക് ഈവൻ മന്തൊക്കെ പല കണ്ടീഷൻസ് നമുക്ക് വേണമെങ്കിൽ വരാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഇയറിലേക്ക് എത്തിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അതിനുശേഷം ഞാനൊരു ഇയറിലേക്ക് വന്നു. സോ അപ്പോഴാണ് എൻ്റെ ജേണിയിൽ ഒരു വാല്യൂ ഉണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തത്. പറയുമ്പോൾ ഈസിയാണ്, അല്ലേ? പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ഡിഫിക്കൽട്ടാണ്. പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. കാരണം എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണം, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിലാണ് കൂടുതലും ആളുകൾ ആ സമയത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അടുത്ത് സജഷൻസ് ചോദിച്ചു. പല ബുക്സും നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കുറേ അധികം സ്ട്രാറ്റജീസ് ഞാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് പല പ്രീവിയസ് ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു വലിയൊരു ജേണി തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം 3 വർഷത്തിൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു ജേണിയുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. സോ അതിനുശേഷം ഫുൾ ടൈം ട്രേഡിംഗ് തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ പോയത്. സോ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ, കാരണം നമ്മളുടെ വർക്ക് സംബന്ധിച്ച് നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ എപ്പോഴും 9 to 5 എപ്പോഴും ജോബ് ആയിരിക്കും. സോ നമ്മൾ അത്യാവശ്യം നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ എൻട്രി കിട്ടി നമ്മളവിടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അല്ലേ? അപ്പോൾ എനിക്ക് പിന്നീട് ഒരു തോട്ട് വന്നത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു തോട്ടാണ് പിന്നീട് എനിക്ക്. 2018 നമ്മളൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കൂടുതൽ നമ്മളോട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അവരിന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് നമുക്കിത് നല്ല രീതിയിൽ എന്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ ഒരു ബ്രാൻഡിലേക്ക് പ്ലാൻ എൻ്റെ വന്നത്. സോ അങ്ങനെയാണ് നമ്മൾ വെൽത്തിഫൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഗ്രൂപ്പിലൂടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻസ് മനസ്സിലായത്. കാരണം ആ ഒരു ഗ്രൂപ്പിലൂടെ ഉണ്ടായ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കിടെ കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചിന്തിക്കുക, അല്ലേ? നമ്മളിപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള കണ്ടീഷനിൽ വ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മൈന്യൂറായിട്ടുള്ള ഒരു കാര്യമായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുന്ന സിനാരിയോസ്. സോ ആരെങ്കിലും ഒരാൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ എന്താണ് നല്ലൊരു ചേഞ്ച് അവിടെ മനസ്സിലാവില്ല, ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. സോ ഇതേപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിറ്റി. പേഴ്സണലി ഞാൻ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനിയുള്ള ജേണിയിൽ നമ്മളെ വെൽത്തിഫൈഡ് കൂടെ നിങ്ങളുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവർക്കും നമ്മുടെ വെൽത്തിഫൈയിലേക്ക് വെൽക്കം. സോ ഈ ചാർട്ട് കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണല്ലേ, വലിയ വരയും കുറേയും കാര്യങ്ങൾ കാണുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സോ ട്രേഡിങ് ഡിഫിക്കൽട്ട് ആണോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. പക്ഷേ നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, മനസ്സിലാവും. ആ രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താൽ അത്ര പ്യുവറായിട്ടൊരു സാധനം വേറെ ഇല്ല, മനസ്സിലാവും. സോ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് കൺസെപ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? SMC, ICT, ലിറ്റ്, അതേപോലെ ഓർഡർ ഫ്ലോ അനാലിസിസ്, അല്ലേ? അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ പുതിയ പുതിയ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ തരുന്നത് പ്രോപ്പർ സിസ്റ്റം ആയിരിക്കും. എപ്പോഴും വെറുതെ വരുന്ന മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം ഒരിക്കലും പറഞ്ഞുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്നും SMC ആണെങ്കിൽ SMCയിൽ ഏറ്റവും പ്യുവറായിട്ട് നമ്മൾ അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്. പ്യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെന്റ്സിനെ നമുക്ക് പ്രോപ്പർലി എങ്ങനെ മനസ്സിലാക്കാം, അല്ലേ? ബ്രേക്ക് ഔട്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഈസി ടു എല്ലാവർക്കും അത് സിമ്പിളായിട്ട് മനസ്സിലാക്കി മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് പറ്റുന്നില്ല? സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് അതിനെ കാണാൻ പറ്റണം. പ്രോപ്പറായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് മാർക്കറ്റിനെ കാണാൻ പറ്റണം. സോ എങ്കിൽ മാത്രമാണ് ഏതൊരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കതിൽ ഗുണമുണ്ടാവും. സോ അധിക സമയം കളയണ്ട, നമ്മളെ യൂട്യൂബ് സീരീസ് ഫോളോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതുപോലെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെയുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനിയുള്ള ജേണി നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ.